നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു. കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്തൽ കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. ബേബി ഡാം ബലപ്പെടുത്തിയാൽ 152 അടി ആക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് സാധ്യത വർദ്ധിക്കും. സിറ്റി വിഷൻ ഇമ്പാക്ട്. മൂന്നാർ സർക്കാർ കോളേജിന്റെ ഉപകരണങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. ഉപകരണങ്ങൾ നാശത്തെ നേരിടുന്നത് ഇരുനില കെട്ടിടത്തിൽ. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ചികിത്സ തേടിയെത്തിയ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന് പരാതി നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു. കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സഫാരിയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. മൂന്നാറിലുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ ഓഫ് റോഡ് ജീപ്പ് സഫാരികളും ദുരന്ത നിവാരണ നിയന്ത്രണ പ്രകാരം മുമ്പ് കളക്ടർ നിരോധിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കുന്ന പ്രോജക്റ്റുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയതായി അനുമതി നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജീപ്പുകളുടെ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ജീപ്പുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അനുമതി നൽകുന്നത്. രാമക്കൽമേട് ഉള്ള ഓഫ് റോഡ് ജീപ്പുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നായിട്ട് ഏകദേശം 50ഓളം വണ്ടികൾ പരിശോധിക്കുകയുണ്ടായി. അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാവുന്നുള്ളൂ. ഈ അടുത്ത ആഴ്ചയോടുകൂടി, ബുധനാഴ്ചയോടുകൂടി ഒരുവിധം എല്ലാ വണ്ടികളും 220 വണ്ടികളാണ് ഓൾ ടോട്ടൽ പഞ്ചായത്ത് ലിസ്റ്റ് തന്നിരിക്കുന്നത് അവിടെ വണ്ടികളുള്ളതായിട്ട്. അപ്പോൾ ഈ 120 വണ്ടികൾ ഈ ബുധനാഴ്ചയോടുകൂടി കംപ്ലീറ്റ് ടെസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാരും പരിശോധനകളെ സ്വാഗതം ചെയ്യുകയാണ്. വണ്ടികളെ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ്, അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം, വളരെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളെല്ലാം റെഡിയാക്കി പുതിയൊരു നല്ലൊരു സംവിധാനത്തിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ജീപ്പ് ഡ്രൈവേഴ്സ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതുവരെ 50 ജീപ്പുകളുടെ പരിശോധന പൂർത്തിയാക്കി. തുടർ പരിശോധന ഒരാഴ്ച കൂടി തുടരും. 100-ലധികം ജീപ്പുകളാണ് രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നത്. മറ്റു മേഖലകളിലും സമാനമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും. മുമ്പ് കൊളുക്കുമലയിൽ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. 9 ദിവസങ്ങൾക്ക് ശേഷം സിസ്റ്റർ പ്രീതയും വന്ദനയും ജാമ്യം ലഭിച്ച ജയിൽ മോചിതരായി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ബജറംഗളിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായി 9ാം ദിവസമാണ് ഇരുവർക്കും ജാമ്യം ലഭിച്ചത്. പ്രാർത്ഥന മാത്രമായിരുന്നില്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിരുന്നു രാജ്യത്താകെ ഉയർന്നു വന്നത്. ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി കന്യാസ്ത്രീകളെ ജയിലിലടച്ച ഭരണകൂട ഭീകരർക്കെതിരെ നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രസംഗിച്ചു. നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS യശോധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം ഇബ്രാഹിം കുട്ടിക്കല്ലാർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, BJPയുടെ സർക്കാർ അധികാരത്തിലേറ്റ അന്നു മുതൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി, അതേപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അക്രമങ്ങളും അതേപോലെ പീഡനങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. KPCC സെക്രട്ടറി MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സേനാപതി വേണു, G മുരളീധരൻ, മുകേഷ് മോഹനൻ, ടോമി ജോസഫ, രാജേഷ് ജോസഫ, MS മഹേശ്വരൻ, KK കുഞ്ഞുമോൻ, ഷാജി മടത്തുമുറി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിയിൽ DYFI നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാം. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വികസന സമിതി സ്റ്റേജിന് മുന്നിൽ സമാപിച്ചു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള RSSന്റെ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. പിടിയിലായ കന്യാസ്ത്രീകളെ ജയിലടയ്ക്കുവാൻ RSSന്റെ നേതൃത്വത്തിലാണ് ശ്രമം നടന്നത്. മുമ്പ് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിരുന്ന RSS നേതൃത്വം ഇപ്പോൾ ക്രൈസ്തവരെ തേടി ഇറങ്ങിയിരിക്കുകയാണെന്നും രമേശ് കൃഷ്ണൻ വ്യക്തമാക്കി. RSSന്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ, അവരെ രാജ്യത്തിന്റെ രണ്ടാം തര പൗരന്മാരാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ BJPയുടെ ഗവൺമെന്റ് എല്ലാ പിന്തുണയും കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത ദിവസമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മലയാളി ഉൾപ്പെടെയുള്ള 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ആ കന്യാസ്ത്രീകളെ ജയിലിലടച്ചുകൊണ്ട് അവർ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന സമീപനം BJPയുടെ സർക്കാർ സ്വീകരിക്കുന്നത്. പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും KS അൻസാരി, മിലൻ ജേക്കബ്, ഉണ്ണികൃഷ്ണൻ തമ്പി, കണ്ണൻ രവീന്ദ്രൻ, ശ്രീകാന്ത് രാജൻ, ശങ്കരൻ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. UDF ചെയർമാൻ സിബി കൊച്ചുവെള്ളാട്ട്, കൺവീനർ ജോഷി കന്യാക്കുഴി, UDF നേതാക്കളായ R ബാലൻപിള്ള, MB ജോസ്, KS അരുൺ, ജമാൽ ഇടശ്ശേരിക്കുടി, ചാക്കോ നടുക്കുടി, ഷാജി അമ്പാട്ട്, ജോസ് ചിറ്റടി, KS ശിവൻ, മുജീബ് ഇടശ്ശേരിക്കുടി എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NRCT സെന്റ് മേരീസ് കാനായ പള്ളിയുടെ നേതൃത്വത്തിലുള്ള കാനായ സംഘം, KCC, KCYL, KCWA, ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച ഐക്യദാർഢ്യ പ്രകടനം നടത്തി. വികാരി ഫാദർ ഷെറിൻ കുരിക്കാട്ട്, സംഘം പ്രസിഡന്റ് ബേബി കൊല്ലപ്പള്ളി, ആനിമേറ്റർ ജിബി ബേബി, ജോസ് കോയിത്തറ, PC സണ്ണി, ജെയ്സൺ മച്ചാനിക്കൽ, ജോയി നെടുഞ്ചേരി, KP ജെയിംസ്, ബെറ്റി ബൈജു, ഷൈനി ഷാജി, VO സ്റ്റീഫൻ, ഷാജി ചേലമുട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്തൽ കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്തുവാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ കേരളം അനുവാദം നൽകണമെന്ന് തമിഴ്നാടിന്റെ അപേക്ഷയിന്മേൽ കേരളം സ്വീകരിക്കുന്ന നിലപാടുകൾ സൂക്ഷ്മതയോടെ ആവണം. നിലവിലെ ജലനിരപ്പ് 136 അടിയായി നിലനിർത്തണമെന്ന കേരളത്തിന്റെ വാദഗതികൾക്ക് ഇത് തുരങ്കം വയ്ക്കും. ബേബി ഡാം ബലപ്പെടുത്തലോടുകൂടി 152 അടി ആക്കണമെന്ന തമിഴ്നാടിന്റെ നിലപാടുകൾക്ക് സാധ്യത കൂടുമെന്നും വിഷയത്തിൽ സർക്കാർ 5 ജില്ലയിലെ ജനങ്ങളുമായി കൂടിയാലോചന നടത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു. 52ലേക്ക് പോകുവാൻ അവർക്ക് കിട്ടുന്ന ഈ സാഹചര്യത്തെ ഏതർത്ഥത്തിലും അവർ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായി ആണോ ഡാം നിൽക്കുന്നത് എന്നുള്ള കേരളത്തിൻ്റെ വാദങ്ങൾക്ക് ഇന്നും ഒരു മറുപടി കിട്ടുവാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന, ആശങ്കയിൽ നിർത്തുന്ന ഈ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അഫക്റ്റഡ് ഏരിയയിലുള്ള 5 ജില്ലകളെയും മുഴുവൻ ജനങ്ങളെയും അവരുടെ ഒരു സർവകക്ഷി സംഘത്തെ വിളിച്ചു ചേർത്തിട്ട് വേണം ഈ വിഷയത്തിന് തീരുമാനമെടുക്കുവാൻ എന്നുള്ള ഒരു അഭിപ്രായം മുല്ലപ്പെരിയാർ സമരസമിതി സ്നേഹപൂർവ്വം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. സിറ്റി വിഷൻ ഇമ്പാക്ട്. മൂന്നാർ സർക്കാർ കോളേജിന്റെ ഉപകരണങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങൾ ഇരുനില കെട്ടിടത്തിൽ നാശത്തെ നേരിടുന്ന വാർത്ത സിറ്റി വിഷൻ മുമ്പ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് വിഷയത്തിൽ MLAയുടെ അടിയന്തര ഇടപെടൽ. 2018 പ്രളയത്തിൽ തകർന്ന കോളേജ് കെട്ടിടത്തിനുള്ളിലാണ് ഉപകരണങ്ങൾ സംരക്ഷണമില്ലാതെ നാശത്തെ നേരിടുന്നത്. രണ്ടായിരത്തി 2018 പ്രളയത്തിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടം തകരുന്നത്. പിന്നീട് കെട്ടിടത്തിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം മാറ്റി. എന്നാൽ ഒരു കേടുപാടും സംഭവിക്കാത്ത കോളേജിലെ മേശയും കസേരയും മറ്റനുബന്ധ ഉപകരണങ്ങളും സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ഇതിനുശേഷം ഇവ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച വാർത്ത സിറ്റി വിഷൻ മുമ്പ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും
ഉപകരണങ്ങൾ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് എ രാജ MLA വ്യക്തമാക്കിയത്. അതെല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് നിലവിൽ അങ്ങോട്ട് കോളേജിൻ്റെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് ആരും തന്നെ അങ്ങോട്ട് പോകാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ മാറ്റി തിരിച്ച് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇടപെടലും കൂടെ ഉണ്ടാവും. 2 നില കെട്ടിടത്തിലാണ് ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഈ ഉപകരണങ്ങൾ ഇത്തരത്തിൽ പരിപാലനമില്ലാതെ നശിക്കുന്ന അവസ്ഥയായിരുന്നു. കെട്ടിടത്തിൽ നിന്നും പല ഉപകരണങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ച് കടത്തിയിട്ടുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. സിറ്റി വിഷൻ ഇമ്പാക്ട്. ചപ്പാത്ത കരിങ്കുളം LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകടകരമായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കി. മരത്തിനടിയിൽ കൂടി കടന്നുപോകുന്ന 11 kV വൈദ്യുത ലൈനടക്കം വലിയ അപകട ഭീഷണി ഉയർത്തുന്നത് സംബന്ധിച്ച് സിറ്റി വിഷൻ വാർത്ത നൽകിയതിനു പിന്നാലെയാണ് മരം മുറിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിച്ചത്. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ലൈൻ ഓഫ് ചെയ്ത് നൽകുകയും തോട്ടമുടമ മരം വെട്ടി നീക്കുകയുമായിരുന്നു. ചപ്പാത്ത മരുതുംപേട്ടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കുളം LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ടമുടമയുടെ എസ്റ്റേറ്റിലൂടെയാണ് 11 kV ലൈൻ കടന്നു പോകുന്നത്. ഈ പോസ്റ്റിൽ നിന്നുമാണ് സ്കൂളിലേക്ക് LT ലൈൻ വലിച്ചിരിക്കുന്നത്. 11 kV ലൈൻ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ മരങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. മരങ്ങളുടെ ചുവട്ടിൽ മണ്ണില്ലാതെ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. മരങ്ങൾ വെട്ടി നീക്കുവാൻ തോട്ടം ഉടമ സന്നദ്ധനായിരുന്നു. എന്നാൽ മരങ്ങൾ വെട്ടുമ്പോൾ പോസ്റ്റുകൾ തകരുമെന്നും അതിനാൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിൽ അപേക്ഷ നൽകി. 35,000 രൂപ അടയ്ക്കാൻ എസ്റ്റിമേറ്റ് നൽകി. ഇതോടെ തോട്ടമുടമ പിൻവാങ്ങി. തുടർന്നാണ് സിറ്റി വിഷൻ വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെടുകയും വൈദ്യുത വകുപ്പ് മരം മുറിച്ചു മാറ്റുന്നതിന് ലൈൻ ഓഫ് ചെയ്ത് നൽകുകയുമായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു. അതെന്തായാലും അതനുസരിച്ച് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടുകയും KSEBയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ KSEB AE അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കുകയും അതനുസരിച്ച് മരം മുറിച്ചു മാറ്റാനുള്ള എല്ലാ ഇടപാടുകളും ചെയ്തു വരികയും ചെയ്തു. ഇതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന അപകടാവസ്ഥയ്ക്ക് പരിഹാരമാവുകയും ചെയ്തു. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലമാണ് നീണ്ടുപോയത്. സിറ്റി വിഷൻ വാർത്തയിലൂടെ പ്രശ്നപരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും സ്ഥല ഉടമയും. സിറ്റി വിഷൻ ഉപ്പുതറ. കാണാം ബ്യൂട്ടി സ്പോട്ട്. ഇടുക്കി തൊടുപുഴ നഗരത്തോട് ചേർന്ന ഒരു ചെറുവനമുണ്ട്. കേന്ദ്ര നഗരവനം പദ്ധതിയിലുൾപ്പെട്ട തൊടുപുഴ ഇടവെട്ടിയിലെ കുട്ടിവനം എന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. മരങ്ങളും കാട്ടുചെടികളും പൂക്കളും ഒക്കെ കണ്ട് ആസ്വദിച്ച കാനന ഭംഗി ആസ്വദിച്ചൊരു വനയാത്ര. അതാണ് സഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇടതൂർന്നു നിൽക്കുന്ന വൻ മരങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ പക്ഷികളുടെ ശബ്ദം, കാവുകണക്കെ ചുറ്റിപ്പിണഞ്ഞ വള്ളിപ്പടർപ്പുകൾ, അതിലെല്ലാം ഉപരി പശ്ചിമഘട്ടത്തിന് സമാനമായ അപൂർവ ജൈവ സമ്പത്ത്, ഇവയെല്ലാം ആസ്വദിച്ചുള്ള ഒരു വനയാത്ര. അതാണ് ഇടവെട്ടിയിലെ ഈ കുട്ടിവനം പകർന്നു നൽകുന്നത്. തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി പഞ്ചായത്തിലാണ് കുട്ടിവനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 35 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. പ്രോജക്റ്റ് നൽകുന്നതിനനുസരിച്ച് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ തുക അനുവദിക്കും. നടപ്പാത, കഫെറ്റേരിയ, ഔഷധ സസ്യത്തോട്ടം, നക്ഷത്രവനം, മുളങ്കാട്, ഫലവൃക്ഷത്തോട്ടം, പുൽമേട്, കുളങ്ങൾ എന്നിവയെല്ലാം നഗരവനം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഒരുക്കും. നഗരവനം പദ്ധതിയാണ് ഈ കുട്ടിവനത്തിൽ നടത്തപ്പെടുന്നത്. ഇത് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഭാവിയിലേക്ക് ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വികസനത്തിന് സാധ്യത തെളിയിക്കുന്നതാണ്. കൂടാതെ ഒട്ടേറെ വികസന പദ്ധതികൾ ഈ പ്രദേശത്ത് ഇനിയും വരാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ കൂടുതൽ ഓഫീസുകൾ, കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യവും പച്ചപ്പ് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്.
വനഭൂമിയിലെ തരിശായി കിടക്കുന്ന സ്ഥലത്താണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. നഗരവനം പദ്ധതി നടപ്പിലാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പാസ് മുഖാന്തരമായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കുന്നതിനും ശാന്തമായി ഇരിക്കുന്നതിനുമെല്ലാം ഇവിടെ ആളുകൾ എത്താറുണ്ട്. നഗരവനം പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. വേനൽക്കാലത്ത് വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തൊടുപുഴ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടവെട്ടി കുട്ടിവനത്തിലെത്താം. സിറ്റി വിഷൻ തൊടുപുഴ. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി സെഷനിലുണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ പനിക്ക് ചികിത്സ തേടിയെത്തിയ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന പരാതി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തിയാണ് പരാതിയുമായി രംഗത്തു വന്നത്. ഇന്ന് രാവിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ താൻ കുഞ്ഞുമായി എത്തിയെങ്കിലും പീഡിയാട്രിക് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുമെന്നും കെ കൃഷ്ണമൂർത്തി പറഞ്ഞു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് സംബന്ധിച്ച് ഡോക്ടർ വിശദീകരണം തേടിയതായും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും താലൂക്ക് ആശുപത്രി HMC മെമ്പർ കൂടിയായ കെ കൃഷ്ണമൂർത്തിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി സെക്ഷനിലുണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. കുഞ്ഞിന് പനിയും ചുമയുമായിട്ടാണ് താലൂക്ക് ആശുപത്രിയിൽ താൻ ചികിത്സ തേടിയെത്തുന്നത്. OP വിഭാഗത്തിൽ പീഡിയാട്രിക് ഡോക്ടർ ഇല്ലെന്നറിഞ്ഞതോടെ കാഷ്വാലിറ്റി സെക്ഷനിൽ ഉണ്ടായിരുന്ന പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കുന്നതിനായി കുഞ്ഞുമായി എത്തിയെന്നും ഡോക്ടറുടെ അരികിലെത്തിയെങ്കിലും കുഞ്ഞിനെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ലെന്നുമാണ് കൃഷ്ണമൂർത്തിയുടെ പരാതി. കുട്ടികളെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കാഷ്വാലിറ്റിയിൽ ക്യൂ നിന്ന് തന്നെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഇന്ന് എനിക്ക് OPയിൽ ഡോക്ടറിനെ പോയി കണ്ടാൽ മതി, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പീഡിയാട്രിഷനെ കാണിക്കാനുള്ള, കുട്ടികളുടെ കാണിക്കുന്ന പീഡിയാട്രിഷനല്ലേ, തങ്ങൾ പീഡിയാട്രിഷനിലെന്ന് ചോദിച്ചപ്പോൾ പീഡിയാട്രിഷനെ കാണണമെങ്കിൽ OPയിൽ വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ കോട്ടേഴ്സിൽ വന്ന് കണ്ടാൽ മതി, അതല്ലാതെ ഇവിടെ കാഷ്വാലിറ്റിയിൽ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയും. പീഡിയാട്രിക് ഡോക്ടർ പരിശോധിക്കാതെ വന്നതോടെ കുഞ്ഞിനെ മറ്റൊരു ഡോക്ടറെ അടുക്കൽ എത്തിച്ച ചികിത്സ തേടി മടങ്ങിയതായും ഇത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുമെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് സംബന്ധിച്ച ഡോക്ടറോട് വിശദീകരണം തേടിയതായും ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കി. സിറ്റി വിഷൻ അടിമാലി. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ഹൈടെക് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു.
പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ സ്കൂളിൽ ഉടുമ്പൻചോല MLA MM മണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുക. സംസ്ഥാനത്തെ ആദ്യ ടർഫ് കോർട്ട് നിർമ്മിച്ചതും തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു. സ്കൂളിലെ മികവ് കണക്കിലെടുത്ത് കൂടുതൽ പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നു. ഓരോ വർഷവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് 45 വർഷത്തിലധികം പഴക്കമുള്ള പഴയ ഓഡിറ്റോറിയത്തിന്റെ സ്ഥാനത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സ്കൂൾ വികസന സമിതി അംഗവുമായ S. മോഹനൻ പറഞ്ഞു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട MLA മണിയാശാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സഖാവ് മണിയാശാൻ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ തന്ന് ഇന്നിപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ പണികൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ജില്ലയിലെ ആദ്യ LP സ്കൂളായി തേർഡ് ക്യാമ്പ് സ്കൂൾ മാറും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ ആദിവാസിയിടങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷം. ജനവാസ മേഖലകളിലെത്തുന്ന ആനകളെ ഭയന്നാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾ പറയുന്നു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോഴും പ്രദേശത്ത് പ്രതിരോധ മാർഗങ്ങളൊന്നും ഒരുക്കി നൽകിയിട്ടില്ല. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസിയിടങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ മേഖല. ഇവിടെയാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതാണ് അവസ്ഥയെന്ന് പ്രദേശവാസികളായ കുടുംബങ്ങൾ പറയുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആന ഇറങ്ങുന്നതിന് കൊട്ടുന്ന സംരക്ഷണം എന്ന് പറയുന്ന കാര്യം. ഇന്നത്തെ വർഷമായിട്ട് 3 വർഷമായിട്ട് ഇവിടെ ഒരു കമ്പിവേലി നിർമ്മിച്ചു എന്നല്ലാണ്ട് വേറെ ഇതുവരെ അതിനൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ കമ്പിവേലിൻ്റെ അവശങ്ങൾ മാത്രമേ ഉള്ളൂ, വെറും അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് ഇവിടെ ബാധിച്ചേക്കുക. വേറൊന്നും ഇതുവരെ ഇവർ നടപടി എടുത്തിട്ടില്ല. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ട സ്ഥിതിയുണ്ട്. വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുന്നതാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. കാട്ടാന ശല്യം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഇവിടെ എല്ലാം വന്ന് ആന കയറുന്നുണ്ട്. ശല്യമുണ്ട് കാട്ടാന. ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ കാലങ്ങളായി കൃഷിനാശം വരുത്തുന്നു. ആനകളെ പ്രതിരോധിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ സംവിധാനങ്ങളൊക്കെയും നാമാവശേഷമായി. ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ നിലവിൽ പ്രതിരോധ മാർഗങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി കാട്ടാന ശല്യം ചെറുക്കുവാൻ മാർഗമൊരുക്കണമെന്നതാണ് ഈ ആദിവാസി നഗരങ്ങളിലെ താമസിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള രാജാക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. സംസ്ഥാന സെക്രട്ടറി കരമന ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങൾക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള. രാജാക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഇത്തവണ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. രാജാക്കാട് വൈസ്മെൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കരമന ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും അറിയാം, 2025-2026 സാമ്പത്തിക വർഷം പുതിയ അംഗത്വ പ്രവർത്തനം നടക്കുന്നതിനും പുതുക്കുന്നതിനും പുതിയത് ചേർക്കുന്നതിനും ഓൺലൈൻ സംവിധാനത്തിലൂടെ കൊണ്ടുവന്നു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് CI V. വിനോദ് കുമാർ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള എവറോളിംഗ് ട്രോഫി വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിസാം M. കാസിം ലൈഫ് ലൈൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ സുമേഷ് S. പിള്ള സ്കോളർഷിപ്പ് വിതരണവും MK മോഹനൻ അടിമാലി മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും ചെയ്തു. യൂണിറ്റ് ട്രഷറർ EJ ചാക്കോ കണക്കവതരണം നടത്തി. സെക്രട്ടറി ട്രൈസൺ മാത്യു സ്വാഗതവും MR രാജൻ നന്ദിയും രേഖപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് മാധവൻ, KG ജയദേവൻ, ജോമേഷ് ചാക്കോ, വിഷ്ണു പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരമാണ് ആൻസി തോമസിന്റെ രാജി. BDO ഷൈജ മോൾക്കോയ മുൻപാകെയാണ് രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രൻ കൂറുമാറി LDFൽ ചേർന്നതോടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ആൻസി തോമസ്
പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലാണ് അടുത്ത പ്രസിഡന്റായി ചുമതലയേൽക്കുക. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU നെടുങ്കണ്ടം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ഡിവിഷൻ പ്രസിഡന്റ് S. അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് മോളിക്കുട്ടി മാത്യു അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി രാജു അച്യുതൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അമ്പിളി സദാശിവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. TK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TM ജോൺ K, V. പരമേശ്വരൻ, ലത രാജാജി, PJ ജോസഫ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മോളിക്കുട്ടി തോമസ്, വൈസ് പ്രസിഡന്റ് MJ ഫിലിപ്പോസ്, സെക്രട്ടറി ഷേർലി ജോസഫ്, ജോയിന്റ് സെക്രട്ടറി TG രാജൻ, ട്രഷറർ അമ്പിളി സദാശിവൻ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് KV പരമേശ്വരൻ, TK രാമചന്ദ്രൻ, രാജു അച്യുതൻ, OJ ബേബി, ലത രാജാജി, NB മോഹനൻ നായർ എന്നിവരെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു. കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്തൽ കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. ബേബി ഡാം ബലപ്പെടുത്തിയാൽ 152 അടി ആക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് സാധ്യത വർദ്ധിക്കും. സിറ്റി വിഷൻ ഇമ്പാക്ട്. മൂന്നാർ സർക്കാർ കോളേജിന്റെ ഉപകരണങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. ഉപകരണങ്ങൾ നാശത്തെ നേരിടുന്നത് ഇരുനില കെട്ടിടത്തിൽ. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ചികിത്സ തേടിയെത്തിയ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന് പരാതി നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.